ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. വേണ്ടാന്ന്. ഇതിലിപ്പോ വലിയ ആർഭാടമൊന്നും ഇല്ലല്ലോ. നമ്മള് നാട്ടുകാരെ ആരെയും വിളിക്കുന്നുമില്ല. ആകെയുള്ളത് ഈ വീട്ടിലുള്ളവര് മാത്രം. ലച്ചുമോള് പറഞ്ഞ പോലെ ആട്ടോ പാട്ടും എന്താന്ന് വെച്ചാ. നീ എന്താ അതൊന്നും മിണ്ടാത്തെ? എനിക്ക് ഈ കാര്യത്തിൽ എന്റേതായ അഭിപ്രായമൊന്നുമില്ല. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെ എന്റെയും തീരുമാനം. പൂജമോൾക്ക് വല്ലതും പറയാനുണ്ടോ? അയ്യോ, ഞാനെന്ത് പറയാനാ? എന്റെ ഒരേ ഒരു നാത്തൂൻ എന്ത് പറയുന്നു? അതിപ്പോ ആളും പേരും ഒന്നും ഇല്ലെങ്കിലും സംഗതി ഭയങ്കര കളർഫുൾ ആയിരിക്കണം. അത് പിന്നെ ലച്ചുമോൾ ഇവിടെ ഉള്ളപ്പോ പ്രത്യേകം പറയണോ? ആഘോഷ കമ്മിറ്റിയുടെ തലപ്പത്ത് അതിനല്ലേ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പുത്തനോണം ഒരിക്കലും അവള് മറക്കാൻ പാടില്ല. മനസ്സമാധാനത്തോടെ അവളത് ആസ്വദിക്കാനും പാടില്ല. അതെ മോളെ, എന്തു വില കൊടുത്ത് നമുക്ക് അവളെ കെട്ടുകെട്ടിക്കണം. ഇനി അഥവാ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ അവസാനത്തെ തുറുപ്പ് ചീട്ട് പുറത്തിറക്കും. തുറുപ്പ് ചീട്ടോ? അതെ മോളെ, ആ രഹസ്യം നമ്മൾ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ. ഓണസദ്യക്ക് പകരം മുത്തശ്ശിയുടെ തൂശനിലയിൽ മനോഹരമായ ഞെട്ടിക്കുന്ന വിഭവം നമ്മൾ വിളമ്പും. ചേച്ചി, അത് വേണോ? വേണം. മോൾ ആരെ ഈ ഭയക്കുന്നേ? മുത്തശ്ശി. അത് കേട്ടാൽ മുത്തശ്ശിക്കൊന്നും സംഭവിക്കില്ല. മോളുടെ മുത്തശ്ശി എനിക്ക് നന്നായിട്ട് അറിയാം. കാരിരുമ്പിന്റെ കരുത്താ മനസ്സിൽ. ഇതല്ല ഇതിനപ്പുറവും മുത്തശ്ശി താങ്ങും. ആ നിമിഷം തന്നെ മുത്തശ്ശി അവൾക്ക് ഓണസമ്മാനവും കൊടുക്കും. ചവിട്ടി കൂട്ടി അവളെ പുറത്തെറി. വരട്ടെ, അത് നമുക്ക് ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് ചെയ്യാം. ഇനി ആലോചിക്കാൻ നിന്നാലേ നമ്മുടെ കാൽച്ചോട്ടിലെ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോവും. പിന്നെ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. മോളെ, ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നതേ സമയത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാ, അല്ലാതെ പരണത്ത് കെട്ടിവെച്ച് കിളിപ്പിക്കാൻ വേണ്ടിയല്ല. ഓണം കഴിഞ്ഞ് മാവേലി പാതാളത്തിലേക്ക് പോകുമ്പോ കൂടെ നമുക്ക് അവളെയും പറഞ്ഞു വിടണം. അതിനുവേണ്ടി എന്ത് കടുത്ത പ്രയോഗവും നമ്മൾ നടത്തും. ചേച്ചി പറയുന്നതൊക്കെ ശരിയാ. ഓരോ ദിവസം കഴിയുന്തോറും അവളങ്ങ് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. അതേ മോളെ, നമ്മുടെ വാതിൽ വിലങ്ങി നിൽക്കുന്ന ആ മഹാഗണി മരമില്ലേ, അത് പണ്ട് ഇത്തിരി പോകുന്ന ഒരു തൈച്ചെടിയായി കുടുംബശ്രീക്കാർ കൊണ്ട് നട്ടിട്ട് പോയതാ. അന്ന് ഞാൻ മോളുടെ മുത്തശ്ശിയോട് പറഞ്ഞതാ, ഇത് വളർന്നാൽ അപകടമായിരിക്കുമെന്ന്. രായ്ക്ക് രാമാനും അറിയാതെ നമുക്കിത് പിഴുത്ത് തൂട്ടിക്കളയാവുന്നു. അന്ന് ആദർശധീരയായ ചെമ്പകശ്ശേരി ജയശങ്കിനെ അമ്മ പറഞ്ഞു, നിയമം കയ്യിലെടുക്കാൻ പാടില്ല ഗോമതി, നമുക്ക് പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്യാം. എന്നിട്ടിപ്പോ എന്തായി? 4 കട്ടില് പണിയാൻ കാതല് കിട്ടുന്ന വൻമരമായി അത് വളർന്നപ്പോ സമാധാനമായല്ലോ. ഇതാ പറയുന്നത്, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. മുത്തശ്ശിക്ക് പറ്റിയ മണ്ടത്തരം മോൾക്ക് പറ്റരുത്. ഇപ്പോ അവൾ കാതൽ മുറ്റിയിട്ടില്ല, കൈകൊണ്ട് പറിച്ചു കളയാവുന്ന പരുവത്തില. ഒടുക്കം വൻമരമായാൽ പിന്നെ കോടാലി കൊണ്ടുപോലും ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് വേണമെന്ന് ചേച്ചി പറഞ്ഞാൽ മതി. അവളെ കൊന്നിട്ടായാലും ആദ്യം മോനെ രക്ഷിക്കണം. അവളും അവളുടെ കുഞ്ഞും ഇനി ഒരു ഓണം കാണാനിടയാവരുത്. എന്തെങ്കിലും പറ്റോ? தாய் நெஞ்சின் ஏக்கத்தை நான் பாடவா, அருள்வாய் கருணை முருகா.
മാമി ഇതേ മീശ ഇപ്പൊ മീശ കത്തിപ്പോയനെ. സോറി. നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. വിളക്ക് വെച്ച് വേണം ഉത്രാടത്തിന് വരവേൽക്കാൻ. ഇന്ന് രാത്രി മഹാബലി തിരുമേനി എല്ലാ വീടുകളിലും സന്ദർശിക്കുമെന്നാണ് വിശ്വാസം. തിരുമേനി വരുമ്പോ ദീപപ്രഭ കൊണ്ട് ജ്വലിച്ചു നിൽക്കണം വീടുകളും മനസ്സുകളും. ഓ കേട്ടില്ലേ? അയ്യോ എന്താ ലച്ചു? ലച്ചു എന്താ? കാല് കാലം എവിടെ? നീ നടന്നു നോക്കി. വേദന ഉണ്ടോ? എന്തൊരു മോളെ? അറിയില്ല ഏട്ടാ, വേദനിക്കുന്നുണ്ട് എനിക്ക്. വാ മോളെ, ചേച്ചി മുറിവെണ്ണ പുരട്ടിത്തരാം. ഏയ് വേണ്ട, കുഴപ്പമില്ല എനിക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വാ ഇങ്ങോട്ട് വാ. നീ ചെല്ല്. അല്ല സൂക്ഷിച്ച്. നടക്ക് നടക്കങ്ങോട്ട്. ആ എന്തൊരു അയ്യോ എന്താ? എന്തു പറ്റി മോളെ? എവിടെ നോക്കട്ടെ, പൊള്ളിയോ? വേദന ഉണ്ടോ? എന്താ പൂജ ഇത്? എണ്ണ കാലില് വീണു. സാരമില്ല മോനെ, പൊള്ളിയില്ല. ശരി. പൊള്ളിയില്ല മോളെ. മോനെ ഇവിടെ അകത്തേക്ക് കൊണ്ടുപോ. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം കാലിൽ ഒഴിച്ചു കൊടുക്ക. പൊള്ളിയിട്ടില്ല, കുഴപ്പമില്ല. തമ്മേ ശ്രദ്ധിക്കണ്ടേ പൂജ ഇതൊക്കെ. വാ വാ മെല്ലെ മെല്ലെ. സൂക്ഷിച്ച്. സൂക്ഷിച്ചു കൊണ്ടുപോ, വീഴല്ലേ. പെട്ടെന്ന് പറഞ്ഞേ. ആ